അല്ലെങ്കിൽ പത്തനംതിട്ട കോട്ടാങ്ങലിൽ പറമ്പിലെ തീകെടുത്താൻ ശ്രമിക്കുന്നതിനിടെ വയോധികന് ദാരുണാന്ത്യം. കുളത്തൂർ സ്വദേശി ബേബിയാണ് മരിച്ചത്. 94 വയസ്സായിരുന്നു. ശ്രീകുമാരൻ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്താണ് ശ്രീജിത്ത്? 5:30 മണിയോടുകൂടിയായിരുന്നു സംഭവം എന്നാണ് കൊട്ടാങ്കുളിൽ നിന്ന് നമുക്ക് പ്രാദേശിക പ്രതിനിധികൾ വിവരം നൽകുന്നത്. എന്തായാലും ആ പ്രദേശത്ത് ചപ്പും ചവറും ഒക്കെ കത്തിക്കുകയായിരുന്നു, പുല്ലുകളൊക്കെ കത്തിക്കുകയായിരുന്നു. അതിനിടയിൽ തൊട്ടടുത്ത പറമ്പിലേക്ക് കൂടി തീ പടരുന്ന ഒരു സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ ഇദ്ദേഹവും അടക്കമുള്ള 94 വയസ്സുള്ള ബേബി അടക്കമുള്ള ആളുകൾ ചേർന്ന് ഇത് കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ആ തീ കൊണ്ട് പൊള്ളലേറ്റാണോ അതോ ശ്വാസം മുട്ടിയാണോ ബേബിയുടെ മരണം സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും ബേബി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ അവിടുത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. മൃതദേഹം ഇപ്പോൾ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. പ്രാഥമികമായി തീപ്പൊള്ളലേറ്റിട്ടുണ്ട് എന്നൊരു വിവരം പോലീസ് നൽകുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഈ തീപ്പൊള്ളലേറ്റത് തന്നെയാണോ മരണകാരണം എന്നതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും പ്രദേശത്ത് ഒരു കർഷകനായിരുന്നു ബേബി എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ദാരുണാന്ത്യമാണ്. ഈ പ്രദേശത്തെ തീ അതിനുശേഷം നാട്ടുകാർ ഇടപെട്ടാണ് പിന്നീട് കുറേയധികം നാട്ടുകാർ വന്നാണ് കെടുത്തിയത്. വലിയ തീയായിരുന്നു ആ പറമ്പിൽ പൂർണ്ണമായി പടർന്നു പിടിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മൃതദേഹം ഇപ്പോൾ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ശരി, ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.